Hello students, അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എക്സ് സ്ക്വയർ എന്താണ് എന്നാണ്. ഇതെല്ലാം ഓൾജിബ്രായിക് ഫംഗ്ഷണൽ റേഷണൽ ഫംഗ്ഷൻസിന്റെ ഒക്കെ ലിമിറ്റ് പറയാനുള്ള ഒരു മാർഗമാണ്. അത് മുൻകൂട്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ കുറച്ച് റിസൾട്ട്സ് പഠിച്ചിട്ടുള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇത് ഗ്രാഫിക്കലി കാണിക്കാൻ അത്ര എളുപ്പമല്ല, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമല്ല. എക്സ് സ്ക്വയർ വരയ്ക്കുകയൊക്കെ ചെയ്യാം. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പരാബോളയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതൊക്കെ ഉള്ളൂ. പരാബോളയുടെ ഗ്രാഫാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി നമ്മൾ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് മാത്രം ഉപയോഗിച്ചാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് കുറെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ചില കാൽക്കുലേഷൻസ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എക്സ് സ്ക്വയർ ഈക്വൽ ടു സി. ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. അതായത് സിയിൽ ഫംഗ്ഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് എക്സിന്റെ ലിമിറ്റിനെ നമ്മൾ എന്താ എഴുതിക്കൊണ്ടിരുന്നത്? നമ്മുടെ ജനറൽ നൊട്ടേഷനിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയാനാണ് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of x minus c less than delta c ഒഴിവാക്കാൻ 0 less than implies modulus of fx minus l less than epsilon. This is the epsilon delta definition of limit for the function fx at the point c to be the limit l. ലിമിറ്റ് അല്ല, ഇപ്പൊ ലിമിറ്റ് സി സ്ക്വയർ ആകണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന എഫ് എക്സ് മൈനസ് എൽ, അങ്ങനെയൊന്നും എപ്പോഴും എഴുതില്ല. എഫ് എക്സ് മൈനസ് എൽ മോഡൽസ് എന്ന് എഴുതേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ അവിടെ എന്തായിരിക്കും അത്? എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ലിമിറ്റ് സിയില് സി സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന ഫോം മോഡലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആണ്. അത് കാണുമ്പോഴേ നമ്മളെപ്പോഴും ഇങ്ങനെ എഴുതുമല്ലോ, മോഡലസ് ഓഫ് എക്സ് പ്ലസ് സി ഇൻറ്റു മോഡലസ് ഓഫ് എക്സ് മൈനസ് സി എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ തോന്നും. ഇനി മോഡലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ, മോഡ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, ഇത് തന്നിരിക്കുമ്പോൾ ഇത് കിട്ടണം, ഇംപ്ലൈസ് ഇത് കിട്ടണം എന്നാണ്. അപ്പൊ ഇത് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ മോഡലസ് ഓഫ് ഇത് ഇവിടുന്ന് പോകണം. അവസാനം നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതി വരുമ്പോൾ അവസാനം ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അതാണ് നമ്മളുടെ ലിമിറ്റ് ഉണ്ടെങ്കിൽ. ലിമിറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പൊ ലിമിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇനി സിയുടെ ഒത്തിരി ദൂരത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. എക്സുകൾ സിക്ക് അടുത്തുനിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മോഡലസ് ഓഫ് എക്സ് മൈനസ് സി, എക്സ് എന്ന് പറഞ്ഞാൽ സിയുടെ നെയ്ബർഹുഡിലെ പോയിന്റ് ആണല്ലോ. സി, ദിസ് ഈസ് സി, സിയുടെ നെയ്ബർഹുഡിലെ പോയിന്റ് ആണ്. അപ്പൊ ഒത്തിരി ദൂരേക്കൊന്നും പോകുന്നതിൽ അർത്ഥമില്ല. ഇഫ് മോഡലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1, അത് പല വാല്യൂസ് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുക മോഡലസ് ഓഫ്, അത് 2 എന്ന് എടുത്താലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഫ് മോഡലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1, നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടിയാണ്. ഇതിനെ നമുക്ക് അവിടെ വേണ്ട. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ മറ്റേ എക്സ്പ്രഷൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റണം. അപ്പൊ ഇതിനെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ പണി വിടുന്നത്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ മോഡലസ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ മറ്റൊരു രീതിയിൽ എഴുതാൻ സാധിക്കും. അതിനുവേണ്ടി മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് സി മോഡ് എക്സ് മൈനസ് മോഡ് സി ആയിട്ട് ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റിയുടെ പല ഫോംസ് ഉണ്ട്. അപ്പോ മോഡ് എക്സ് മൈനസ് മോഡ് എ മൈനസ് മോഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് എ മോഡ് എക്സ് മൈനസ് മോഡ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി എന്നൊരു റിസൾട്ട് ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റിയിൽ നമുക്കുണ്ടായിരുന്നു. ദിസ് ഈസ് ലെസ് ദാൻ 1, മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ 1. Therefore we can take modulus of x minus modulus of c is less than 1. Then modulus of x is less than modulus of c plus 1. Mod x less than modulus of c plus 1. And advantage എന്താ? Modulus of x plus c, modulus of a plus b less than or equal to modulus of a plus modulus of b. ഇത് modulus of x plus modulus of c എന്ന് നമുക്കറിയാം. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡുലസ് ഓഫ് സി പ്ലസ് 1, ഇതിന് പകരമായിട്ട് എഴുതിയതാണ് പ്ലസ് മോഡുലസ് ഓഫ് സി. ദാറ്റ് ഈസ് ദിസ് ഇസ് ദ ക്വാണ്ടിറ്റി
എക്സ് പ്ലസ് സി മോഡുലസ് ഈസ് ലെസ് ദാൻ 2 ടൈംസ് മോഡുലസ് സി റൈറ്റിൽ കമ്പൈൻ ചെയ്ത് പ്ലസ് 1. അപ്പോൾ ഇതിന് പകരം നമുക്ക് അങ്ങനെ എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ 2 ടൈംസ് മോഡുലസ് ഓഫ് സി പ്ലസ് 1. 2 ടൈംസ് മോഡുലസ് ഓഫ് സി 2 ടൈംസ് മോഡുലസ് ഓഫ് സി പ്ലസ് 1. അവിടെ അല്ല ബ്രാക്കറ്റ്, ഇതിന് പകരം എഴുതിയത് ഇതിലാണ് ബ്രാക്കറ്റ്, ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി എന്ന് ഞാൻ എഴുതാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതെപ്പോഴും ഇല്ല, ഇത് പറഞ്ഞപ്പോഴും. ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1. ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവസാനം ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതണം. അപ്പോൾ ഡെൽറ്റ അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം. ലെസ് ദാൻ എപ്സിലോൺ എഴുതണമെങ്കിൽ ഇതും പോകണം, ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ വരുമായിരുന്നു, ഇതും പോകണം. അപ്പോൾ ഈ എക്സ് മൈനസ് സി മോഡുലസിന്റെ പൊസിഷനിൽ എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് സി പ്ലസ് 1 എന്ന് വന്നാലല്ലേ ഇതൊരു ക്യാൻസലേഷനിൽ പോകത്തുള്ളൂ. 2 ഇൻറ്റു മോഡ് സി പ്ലസ് 1 പൊക്കത്തിലുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകണം. ഇത് ഇവിടുന്ന് പോകണം, എന്നിട്ട് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ പകരം നമുക്ക് എഴുതേണ്ടത് എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1. അങ്ങനെ എഴുതാൻ പറ്റിയാൽ എന്താ, ഇത് ക്യാൻസൽ ചെയ്യും, നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. അപ്പോൾ എന്താ, മോഡ് എക്സ് മൈനസ് സി ഇത് എപ്പോഴാണ് കിട്ടുക, ഇഫ് മോഡ് എക്സ് മൈനസ് സി, ഇത് മുമ്പിലത്തെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1. മോഡ് എക്സ് പ്ലസ് സിയെ 2 മോഡ് സി പ്ലസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ എഴുതണം. അത് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എഴുതണമെങ്കിൽ എന്ത് വേണം, മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റണം. അതാണ് നമ്മുടെ ഡെൽറ്റ. മോഡ് എക്സ് മൈനസ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഫൈൻ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സോ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതണമെങ്കിൽ മോഡ് എക്സ് പ്ലസ് എ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു, അത് ഇവിടുന്ന് അപ്രത്യക്ഷമാകണം, ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരണം. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ്, ആക്ച്വലി ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ ഇങ്ങനെ എടുക്കണം. ദാറ്റ് ഈസ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, സെലക്ട് ഒരു എപ്സിലോണിന് നമുക്കൊരു ഡെൽറ്റ കൊടുക്കണം. ഇപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു എന്താ, എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് സി പ്ലസ് 1. സോ ദാറ്റ് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് സി പ്ലസ് 1. സോ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ, ഡെൽറ്റ എന്ന് പറയത്തില്ല, ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആവണം. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1 എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും സാധ്യമാണെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് 1 ആൻഡ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1, മിനിമം ഓഫ് 1 ആൻഡ് എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1. ഇതിന്റെ മിനിമത്തെക്കാളും ചെറുതാണെന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് സി, ദാറ്റ് ഈസ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആൻഡ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആൻഡ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. ഇതിന്റെ രണ്ടിന്റെ മിനിമം ആണെങ്കിൽ എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1 എന്നുള്ളതും ഓട്ടോമാറ്റിക് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഡെൽറ്റ മോഡ് എക്സ് മൈനസ് സി 1നേക്കാളും ചെറുതാകണം. മോഡ് എക്സ് മൈനസ് സി ഈ എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1നേക്കാളും ചെറുതാകണം. അപ്പോൾ മോഡ് എക്സ് മൈനസ് സി അതിൽ രണ്ടിനേക്കാളും ചെറുതാകണമെങ്കിൽ ഡെൽറ്റ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും മിനിമം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. 1ന്റെയും ഈ ക്വാണ്ടിറ്റിയുടെ മിനിമം ആയിട്ട് ഡെൽറ്റ സെലക്ട് ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവും. നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് ലെസ് ദാൻ മോഡ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതുകയും ചെയ്യാം. ദാറ്റ് ഈസ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു എക്സും സിയും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇവിടെ 1 വെക്കാം, 5 ഒക്കെ വേണമെങ്കിലും വെക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും വെക്കാം, പക്ഷെ ഒത്തിരി അകലേക്ക് പോകണ്ട. അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 എന്ന് എഴുതുന്നതിന് തടസ്സമൊന്നുമില്ല. അതിനനുസരിച്ച് ഈ വാല്യൂവിന് ഒരു വ്യത്യാസം വരും. 2 മോഡ് സി പ്ലസ് 1 വേറൊരു വാല്യൂ വരും, അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എപ്സിലോൺ ബൈ അവിടെ ഇതെന്താണോ വരുന്നത് അത് തന്നെ എവിടെയും കൊടുത്താൽ മതി. അതങ്ങനെയൊക്കെ മാറ്റി എഴുതാം. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു കീ സ്റ്റെപ്പ്. മോഡ് എക്സ് മൈനസ് സി ഒരു കോൺസ്റ്റന്റിലും താഴെയായിട്ട്, ഒത്തിരി ദൂരേക്ക് പോകത്തില്ല, സിയുടെ നെയ്ബർഹുഡിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ 1 സെലക്ട് ചെയ്തത്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1/2 എന്നൊക്കെ എഴുതാം, പിന്നെ അറേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിന് നമ്മൾ 1 സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 സാറ്റിസ്ഫൈ ചെയ്യണം. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എഴുതണമെങ്കിൽ ഇതിലും താഴെ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കണം. അത് നമ്മൾ
എക്സ്പെക്ട് ചെയ്ത് അതെന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ε/2 മോഡ് c + 1 താഴെ മോഡ് x - a എഴുതാൻ പറ്റിയാൽ ഇവിടെ ക്യാൻസലേഷൻ നടന്ന് < ε. അത് നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ അതെന്താണ് അവിടെ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചോളും. നിങ്ങൾ സീക്വൻസിൽ n > k അത് വെച്ചാണല്ലോ ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ആ k കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലൊരു അപ്രോക്സിമേഷൻ അവിടെ നിങ്ങൾ നടത്തുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്ത് ചില കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട് അവിടെ കിട്ടാൻ. അപ്പോൾ അതുപോലൊരു പാറ്റേണിലാണ് ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. 2 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിക്കോളും. നമ്മൾ fx - l മോഡുലസ് എഴുതും, അവിടെ അറേഞ്ച് ചെയ്ത് x → c ആണെങ്കിൽ ഒരു മോഡ് x - c കൊണ്ടുവരും. ഈ എക്സ്പ്രഷനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ സിംപ്ലിഫൈ ചെയ്ത്, കൂടെ വേറെ ആൾക്കാർ കാണും, കുറേ ആൾക്കാർ മോഡ് x - c കൊണ്ടുവരും. അപ്പോൾ കൂടെയുള്ള ആൾക്കാരെ നമ്മൾക്ക് ഇതേപോലെ മോഡ് x - c < എന്നൊരു കണ്ടീഷൻ ഇട്ടതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എക്സ് ഇല്ലാത്ത എക്സ് വേരിയിങ് ആണല്ലോ, കോൺസ്റ്റന്റ് വാല്യൂസുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ മോഡ് x - c ഡെൽറ്റ എന്തായിട്ട് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ ഇത്തരം 2 കണ്ടീഷൻസ് വരും. മോഡ് x - c < 1 ആണെങ്കിൽ മോഡുലസ് ഓഫ് x + c <2 മോഡ് c + 1 നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി അവസാനം < എഴുതണമെങ്കിൽ മോഡ് x - c < ഇത് ക്യാൻസൽ ചെയ്ത് പോകണം, 2 മോഡ് c + 1. അങ്ങനെ 2 കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ fx = x² ലിമിറ്റ് സിയിൽ c² ആണ് എന്ന് പ്രൂവ് ചെയ്തത്. അപ്പം ഇത്തരത്തിലാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി 1/x ലിമിറ്റ് c > 0യും x ≠ 0 1/x എഴുതിയതുകൊണ്ട് x 0 ആണെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. 1/x ലിമിറ്റ് സിയും 0 ആകാൻ പറ്റത്തില്ല. സിയിൽ x → c 1/x ലിമിറ്റ് ഈസ് 1/c എന്ന് പ്രൂവ് ചെയ്യുന്നത് റേഷ്യോസിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആൾജിബ്രയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ആൾജിബ്രൈക് ഫംഗ്ഷൻസിന്റെ ലിമിറ്റിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്തത് 1/x ലിമിറ്റ് 1/c ആണ് സിയിൽ എന്ന് പ്രൂവ് ചെയ്യും. പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് x → 2ൽ x³ - 4 x² + 1 ലിമിറ്റ് 4/5 ആണ്. അത് നമുക്ക് നോക്കി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ നമ്മൾ വെറുതെ എഴുതുന്നതേ ഉള്ളൂ സാധാരണ. പക്ഷെ അതിന്റെ തിയറി ശരിക്കും ε/δ റിലേഷൻഷിപ്പ് വെച്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തൊരു പ്രോബ്ലം. 2 പ്രോബ്ലം നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 പ്രോബ്ലവും നോക്കുക. എന്തെങ്കിലും മനസ്സിലാകാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കുക, ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയിക്കുക. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യാതൊരു മടിയുമില്ല. അവധിയാണ് എന്ന് വെച്ചും ഞാൻ ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇലക്ഷൻ ഇന്റേണൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തിരക്കായതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അത്രയും ഇതിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങളും ഞാൻ അവധിയാണെന്നുള്ളത് കണക്കാക്കുന്നില്ല, ക്ലാസ് ഇടുവാണ്, നിങ്ങളും അവധിയാണ് എന്നുള്ളത് കണക്കാക്കാതെ പഠിക്കുക. ആ പ്രോബ്ലംസ് നോക്കുക. 1/x ലിമിറ്റും പിന്നെ ഞാൻ 2ൽ x³ - 4 x² + 1 ലിമിറ്റും അത് രണ്ടും നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പറയുക. അതിൽ രണ്ടാമത് ഇനി പറയാനുള്ള x³ - 4 x² + 1 ലിമിറ്റ് 4/5 ആണ് 2ൽ എന്ന് പ്രൂവ് ചെയ്യുന്നിടത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുപിടിക്കുകയും കൂടെ ചെയ്തത് വെക്കുക. ഒരു ചെറിയ മിസ്റ്റേക്കാണ്, ഒരു പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എഴുതിയപ്പോൾ ഒരു തെറ്റ് പറ്റിയതാണ്. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതേ ഫംഗ്ഷൻസ് ആയിരിക്കണം എന്നില്ല എക്സാമിന് ലിമിറ്റ് ε/δ റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ലിമിറ്റ് കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ഫംഗ്ഷൻസ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതേ ഫംഗ്ഷൻസ് ചോദിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ വെറൈറ്റി ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ബാങ്ക് ആയതുകൊണ്ടും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാറി ചോദിക്കാം. അപ്പോൾ പുതിയൊരു പ്രോബ്ലം ചോദിച്ചാലും നമ്മൾ തന്നൊരു കോൺസ്റ്റന്റ് മാറിപ്പോയി എന്ന് കൺസെപ്റ്റ് നമുക്കറിയാം, കോൺസ്റ്റന്റ് മാറിപ്പോയി എന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരരുത്. അതുകൊണ്ടാണ് തനിയെ ചെയ്യാനും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്, അല്ലാതെ എനിക്ക് ചെയ്തു തരാനുള്ള മടി കൊണ്ടല്ല. ഈ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. ഞാൻ അതിനനുസരിച്ച് പ്രോബ്ലംസ് നാളെ ചെയ്തിടാം. നാളെ വൈകുന്നേരത്തിനകം നിങ്ങൾ ശനിയാഴ്ച വൈകുന്നേരത്തിനകം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ ഈ വീഡിയോസ് കാണുകയും മറ്റു 2 പ്രോബ്ലംസ് നോക്കി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാമെങ്കിൽ നാളെ തന്നെ ഞാൻ മറ്റു 2 പ്രോബ്ലംസിൻ്റെ വീഡിയോ ആവശ്യമാണെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ നമുക്കിനി സീക്വൻഷ്യൽ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റാണ് ആവശ്യമുള്ളത്, ഇല്ലെങ്കിൽ അതിലേക്ക് പോകാം. ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസ് ഇടാൻ റെഡിയാണ് എന്നുള്ളത് ഓർക്കുക. അതിനനുസരിച്ച് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.